വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാടെങ്ങും ഒരുങ്ങുകയാണ്. വേർതിരിവില്ലാത്ത സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ വിലയിരുത്താൻ അവസരമൊരുക്കുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ, ഗ്രേസ് റെസിഡൻസി, വെട്ടം ടെലിവിഷൻ ജനാധിപത്യം സംവാദം ആരംഭിക്കുന്നു. ഇന്ന് ജനാധിപത്യത്തിൽ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി UDFിൻ്റെ പ്രതിനിധിയായി K. സൈനുദ്ദീൻ, അദ്ദേഹം വെട്ടം ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രവർത്തക സമിതി അംഗമാണ്. LDFിൻ്റെ പ്രതിനിധിയായി CP റസാഖ്, അദ്ദേഹം CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. നമ്മൾ ഈ 3 സെഗ്മെൻറ്റുകളായിട്ടാണ് ഈ സംവാദത്തെ നിജപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ സെഗ്മെൻറ്റിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഓരോ പ്രതിനിധികളും 5 മിനിറ്റ് എടുത്തുകൊണ്ട് സംസാരിക്കും. രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നിലവിൽ അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രശ്നങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന സെഗ്മെൻറ്റാണ്. മൂന്നാമതായി വരും നാളുകളിൽ അധികാരത്തിൽ വന്നാൽ ഓരോ മുന്നണികളും നടപ്പിലാക്കാൻ പോകുന്ന കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇടതുമുന്നണിയുടെയും UDFിൻ്റെയും പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. NDAയുടെ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നെങ്കിലും അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീ K. സൈനുദ്ദീൻ, നമ്മുടെ കേരളമെന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ ചലനങ്ങളെയും ഒപ്പിയെടുക്കുന്നവരാണ്. അന്തർദേശീയ രാഷ്ട്രീയത്തെ പോലും സാഗൂതം വീക്ഷിക്കുന്നവരാണ് മലയാളികൾ. ആ നിലയ്ക്ക് ഇത്തരമൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിൽ നമുക്ക് ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കടന്നു പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറഞ്ഞ സമയം കൊണ്ട് താങ്കളുടെ മുന്നണിയുടെ അഭിപ്രായം വിലയിരുത്തി പ്രകടിപ്പിക്കൂ. ബഹുമാനപ്പെട്ട, ആദ്യമായിക്കൊണ്ട് വെട്ടം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലൊരു ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ഡിബേറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളോട് തന്നിരിക്കുന്ന വിഷയത്തിൽ ഊന്നി 5 മിനിറ്റ് സംസാരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ NDA മുന്നണിയാണ് അധികാരത്തിലുള്ളത്. NDA മുന്നണിയുടെ ഭരണകാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് ഭയാശങ്കയോടുകൂടി മാത്രമേ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു പോകാൻ സാധ്യമാകൂ എന്നുള്ളതാണ് അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NRC വന്നു, അതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ഇപ്പോൾ SIR നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കൊണ്ടുവരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിച്ച് വരുമ്പോൾ തന്നെ പല നിരീക്ഷകരും പറയുന്നത് അത് അവസാന ഘട്ടത്തിലേക്ക് പൗരത്വത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കുകയാണ്. മുതലാളിമാർക്ക് തീരെ എഴുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് NDA സർക്കാർ ആ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എയർപോർട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്നു, നമ്മുടെ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി എടുക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ കടൽ കുത്തക കമ്പനികൾക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടി അവർക്ക് തീരെ എഴുതി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം ഈ തിരുവനന്തപുരം, തൃശ്ശൂർ വരെയുള്ള നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖല പോലും ഖനനം നടത്തി അതിലെ വേണ്ടപ്പെട്ട ധാതുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തെയും പോലും പണയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കേന്ദ്രത്തിൻ്റെ വേണം വരുന്നത്.
നമ്മുടെ ഈ SIRന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വന്ന പല വിഷയങ്ങൾ ഇഷ്യൂസ് നിലനിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടിക അവരുടെ അവകാശം നിഷേധിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അതേപോലെ പൗരത്വത്തിൻ്റെ വിഷയം, മറ്റു മുസ്ലിം വേട്ടകൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ഈ വർഗീയ ഫാസിസത്തിൻ്റെ നടനാരായിട്ടാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, വർഗീയ ധ്രുവീകരണം, ഹിന്ദുവിനെയും മുസ്ലിമിനെയും എന്ന വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടുപേരെയും അകൽച്ചയുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ, ദേശീയ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഒരു മാറ്റവുമില്ല. അത്തരം കാര്യങ്ങളിൽ ചുവട് പിടിച്ചുകൊണ്ട് BJPയോട് ഒരുമിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് CPM പ്രസ്ഥാനം മാറിയോ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നില്ല. കാര്യങ്ങൾ സമീപകാലത്തുണ്ടാകുന്ന ചില വിഷയങ്ങൾ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിഷയങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ PM ശ്രീ എന്ന പദ്ധതി ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയെങ്കിലും ചില സംസ്ഥാനങ്ങൾ മാതൃകയായിക്കൊണ്ട് നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും മറ്റു സംസ്ഥാനങ്ങളൊക്കെ PM ശ്രീ നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ സർക്കാർ നേരത്തെ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകളെ വിളിച്ച് അവരുമായി സംവദിച്ച് അവരുമായി ചർച്ചയിൽ അത്തരത്തിലുള്ളൊരു സമീപനവും ഈ കേരള സംസ്ഥാനത്ത് നിന്നും ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കാണാൻ എന്താ കഴിഞ്ഞത്? ആരുമറിയാതെ കേരളത്തിലെ ഒരു കുട്ടിയും അറിയാതെ ഡൽഹിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ വീക്ക് കൂടി പ്രിൻസിപ്പൽ സെക്രട്ടറി പോവുകയാണ്. എന്നിട്ട് അവരുമായിക്കൊണ്ട് രഹസ്യ ചർച്ചയിലൂടെ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി എഗ്രിമെൻ്റ് വയ്ക്കുന്നു. പിന്നീട് എഗ്രിമെൻ്റ് എല്ലാവരും നടപ്പിലാക്കുന്നു. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ പവിത്രമായ ജനാധിപത്യ രീതി, ഇന്ത്യയുടെ മതേതരത്വ മൂല്യങ്ങൾ, അതെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. RSSൻ്റെ സിലബസിൽ വരുന്ന RSSൻ്റെ സിലബസ് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കണം. സ്കൂളുകളെ തിരഞ്ഞെടുക്കാണ്. ഒരു ബ്ലോക്കിൻ്റെ കീഴിലുള്ള 2 VRCൻ്റെ കീഴിൽ 2 സ്ഥാപനത്തെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ആ 2 സ്ഥാപനത്തിന് ഭൗതിക സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുതൽ കോടി വരെ നൽകുന്നു. കോടി വരെ കൊടുത്ത ശേഷം ഭൗതിക സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വ്യക്തമായി വന്നതിന് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസം BJP പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നാഗ്പൂരിലെ RSSൻ്റെ ആസ്ഥാനത്തു നിന്നും വരുന്ന വിദ്യാഭ്യാസ നയം കേരളത്തിൽ CPM ഭരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സർക്കാർ, NDA സർക്കാർ നടപ്പിലാക്കുന്ന ഫാസിസ്റ്റ് നിലപാടുകൾ അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാടുകൾ അതേപടി ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കേരളത്തിലും നടപ്പിലാക്കുന്നു എന്ന ഒരു വാദമാണ് UDFൻ്റെ പ്രതിനിധി ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തതായി CP റസാഖ്, CPIMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, LDFൻ്റെ പ്രതിനിധിയാണ്. എന്താണ് താങ്കളുടെ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന വിഷയങ്ങളെ വിശകലനം ചെയ്ത് സംസാരിക്കാനുള്ള നിലപാടുകൾ? എല്ലാവർക്കും നമസ്കാരം. ഇത്തരം പരിപാടി സംഘടിപ്പിച്ച പട്ടം ചാനലിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ദേശീയ രാഷ്ട്രീയമായിട്ട് പറയാനുള്ളത്, കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെൻറ് ഒരു മത ധ്രുവീകരണവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെയോ സഹായിക്കാൻ പറ്റുമോ ആ സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് കോർപ്പറേറ്റുകൾ പറയുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, ഓരോ അജണ്ടകൾ ഗവൺമെൻറ്റിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ BJP ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നാടിന് വലിയ ആപത്തായിക്കൊണ്ടാണ് തുടരുന്നത്. കഴിഞ്ഞ ടേമിൽ മുമ്പൊക്കെ NDA നല്ല സീറ്റോടെ ഭരിച്ചിരുന്ന ആ ഗവൺമെൻറ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതിൻ്റെ സീറ്റ് ഗണ്യമായി കുറഞ്ഞു. ഇത്തരം പ്രവണതകൾ കൊണ്ടാണ് അത് കുറഞ്ഞു വരുന്നത്. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ഗവൺമെൻറ് ഉണ്ടാവില്ലായിരുന്നു. അതിലൊരു മഹാസഖ്യം രൂപപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. പക്ഷെ അതിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് RSSൻ്റെ ചട്ടവുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അജണ്ട തന്നെ അതെയാണ്. ഒന്ന്, ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുക, ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക,
അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്ന അജണ്ടയുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടിരിക്കുന്നത്. നമുക്ക് കാണാം കേരളത്തിനോട് കാണിച്ച സമീപനങ്ങളൊക്കെ. കേരളത്തിലൂടെ പോയി അടുത്ത കാലത്ത് കേരളത്തിലൊരു പ്രശ്നം വന്നാൽ അവിടേക്ക് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ ഏതൊക്കെ രൂപത്തിൽ ദ്രോഹിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കിട്ടിയത്. അതേപോലെ തന്നെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ഭീഷണിപ്പെടുത്തി അവരെ വറുതിയിലാക്കിക്കൊണ്ട് എല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആ മുഖ്യമന്ത്രിമാരെ സ്വന്തം തൊഴുത്തിൽ കെട്ടാനുള്ള ഒരു രൂപത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. ഇപ്പോൾ ഡൽഹിയിലും അത് കെജ്രിവാളിനെയും അത് ജാർഖണ്ഡിലും ആ മുഖ്യമന്ത്രിമാരൊക്കെ കള്ളക്കഥകൾ പറഞ്ഞ് അവരെ ശത്രുപാളയത്തിലുള്ള എല്ലാ ശത്രുപാളയത്തിലല്ല മീൻസ് എതിർ രാഷ്ട്രീയത്തിലിരിക്കുന്ന BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവരെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിലും അത് കണ്ട് ഒരു കൗൺസിലേറ്റ് വഴി ആരോ സ്വർണം കടത്തുന്നത് മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തപ്പോൾ, കേന്ദ്രത്തിനോട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ആ കേന്ദ്ര ഏജൻസി മുഴുവൻ ഇവിടെ വന്നിട്ട് നിരങ്ങിയായിരുന്നു. എന്താ, ഖുർആനിലുള്ള സ്വർണം കടത്തിയോ, ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയോ, അങ്ങനെ ബിരിയാണി ചെമ്പി സ്വർണം കടത്തിയോ, ഇങ്ങനെയൊക്കെയുള്ള ഞെരുങ്ങി ആകെ പരിധി ഒന്നും കിട്ടാതെ തിരിച്ചു പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നവ ഈ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിനെ ഇല്ലായ്മയാക്കാൻ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം കൊണ്ടുവന്നിരിക്കുക. സാമ്പത്തികമായിട്ട് ഞെരുക്കുക. എന്ത് ഫെഡറൽ സംവിധാനത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഓരോ കാരണം പറഞ്ഞ് തടഞ്ഞു വെച്ചുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കിയാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും എതിരാവും. അങ്ങനെ ഈ ഭരണം നഷ്ടപ്പെടും. അതിലൂടെ BJPക്ക് കിടന്ന് കയറാം എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ട കോർപ്പറേറ്റ് അജണ്ടയാണ്, ഒരു സംശയവും വേണ്ട. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു അജണ്ട കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതിന് കോർപ്പറേറ്റുകൾ എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇതുമായിട്ട് വന്ന് പറയാനുള്ളത്. ദേശീയ സംഭവ വികാസങ്ങൾ NDA ഭരിക്കുന്ന BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് സാമ്പത്തിക പിരിമുറുക്കം ഏർപ്പെടുത്തുന്നു. ഒരുപാട് വർഗീയ അജണ്ടകൾ നിറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലാകമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കാൻ പോകുന്ന അത്തരം വിഭാഗീയ ചിന്താഗതികൾക്കും അതുപോലെ തന്നെ കേരള സർക്കാരിനെ സാമ്പത്തിക ഞെരുക്കം ഏർപ്പെടുത്തുന്ന രീതികളിലെയും മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യങ്ങളുടെ സെഗ്മെൻ്റാണ്. ആദ്യം K. സൈനുദ്ദീനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അദ്ദേഹം UDFൻ്റെ പ്രതിനിധിയാണ്. സൈനുദ്ദീനോടുള്ള ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ. ദേശീയ രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുകയുണ്ടായി. അദ്ദേഹത്തോട് രണ്ട് കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ കോൺഗ്രസ്, ഇവിടെ UDFും കോൺഗ്രസും മുസ്ലിം ലീഗ് എല്ലാം തന്നെ വലിയ സൗഹാർദ്ദത്തിൽ നല്ല സൗഹാർദ്ദത്തിലാണല്ലോ. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിങ്ങൾ സൂചിപ്പിച്ച PMC പദ്ധതി പൂർണ്ണമായി നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ്റിന് കിട്ടാനുള്ളത് 1511 കോടി രൂപയാണ് ഈ പദ്ധതി പ്രകാരം കിട്ടാനുള്ളത്. ആ സംഖ്യ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതി വേണ്ടെന്ന് വെച്ചു. താങ്കൾ കർണാടകത്തിൽ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനത്തെ അനുകൂലിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഇപ്പോൾ താങ്കൾ ഇന്ത്യൻ്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ച് പറഞ്ഞു. ഗവൺമെൻറ് NDA ഗവൺമെൻറ് പൂർണ്ണമായും എല്ലാം തന്നെ എല്ലാം തന്നെ മുതലാളിത്തവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുതലാളിത്തവൽക്കരണം മുസ്ലിം ലീഗിൻ്റെ സാമ്പത്തിക നയത്തിലുണ്ടോ? ഇല്ലേ? സ്വകാര്യവൽക്കരണം അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക നയം സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് എന്താണ് ഈ വിഷയത്തെപ്പറ്റി സമീപനമുള്ളത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം പറഞ്ഞത് PMC കേരളത്തിൽ നടപ്പിലാക്കി, അതേപോലെ തന്നെ കർണാടകത്തിൽ നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. കർണാടക സർക്കാർ നടപ്പിലാക്കി. പറഞ്ഞോളൂ. കർണാടക സർക്കാർ നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. പറഞ്ഞു. അവിടെ കോൺഗ്രസ് ഭരണത്തിന് മുമ്പ് ഉണ്ടായ NDA ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അവിടെ അവർ കരാർ വെക്കുകയും നടപ്പിലാക്കിയിട്ടുണ്ടായത്.
അതിനെപ്പറ്റി വ്യക്തമായിക്കൊണ്ട് കർണാടക സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ മറ്റൊരു ചോദ്യം പറഞ്ഞത് സാമ്പത്തിക നയമാണ്. കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന സാമ്പത്തിക നയത്തോട് മുസ്ലിം ലീഗിന് ആഭിമുഖ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഒരു ഗവൺമെൻറ്റിൻ്റെയും സാമ്പത്തിക നയത്തോട് ഇന്ത്യ രാജ്യത്തിന് തടസ്സം നിൽക്കുന്ന, ഇന്ത്യ രാജ്യത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നയത്തോടും മുസ്ലിം ലീഗ് പങ്കാളിയാവില്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ നിലനിൽപ്പിനും വേണ്ടി അനുസരിക്കുന്ന സാമ്പത്തിക നയത്തോട് മാത്രമാണ് മുസ്ലിം ലീഗ് എന്നും രാജിയായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യത്തിനുള്ള ഉത്തരം ക്ലിയർ. ഒരു ചോദ്യം കൂടി സൈനുദ്ദീനോട് ചോദിക്കാനുള്ള സമയമുണ്ട്. കെ സൈനുദ്ദീനോട്. കേന്ദ്രത്തിലെ BJP സർക്കാർ നടത്തുന്ന അതേ രീതിയിലുള്ള ഭരണമാണ്, ജനദ്രോഹ ഭരണമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഫെഡറൽ തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ദേശീയ ഭരണം കേരളത്തെ പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനത്തെ ഞെക്കി ഞെരിക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷമായ ഏറ്റവും നല്ല രീതിയിൽ പ്രതിപക്ഷമാകേണ്ട കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. നമുക്കറിയാം, ദീർഘിപ്പിച്ചൊന്നും ചോദിക്കുന്നില്ല, വളരെ ചുരുക്കി. നമുക്ക് അർഹതപ്പെട്ട ഫണ്ട്, കേന്ദ്രത്തിൽ നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു നിൽക്കുന്ന സമയത്ത്, തടഞ്ഞു നിർത്തി നമ്മളെ ഞെരുക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ UDF എവിടെയായിരുന്നു? അവർ ഏതു ഭാഗത്തായിരുന്നു? നമ്മളെ വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു 10% പോലും തരാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതേപോലെ വെള്ളപ്പൊക്കം, മറ്റു ദുരന്തങ്ങൾ കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട അരി പോലും, നമുക്ക് സൗജന്യമായി തന്ന അരിക്ക് പോലും പൈസ കേന്ദ്രം ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് സമരസപ്പെടുന്ന രീതിയിലാണ് UDF മുന്നോട്ട് പോയിരുന്നത്. ചോദ്യം വ്യക്തമാണ്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് ഒരു സാമ്പത്തിക ഉപരോധം പോലെ കേന്ദ്രം തടഞ്ഞു വെക്കുന്ന സമയത്ത്, അത് പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, ആ സമയത്ത് അതിനെതിരെ ഒരു പ്രതിപക്ഷ സ്വരം, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ശബ്ദമുയർത്തേണ്ട സമയത്ത് അത്തരമൊരു സമരമുഖത്തേക്ക് UDF കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. സഖാവ് സോഷ്യൽ മീഡിയയും അതേപോലെ വാർത്താ ചാനലുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മൊത്തം 20 MPമാരും ഒരുമിച്ച് ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ പാർലമെൻറ്റേറിയത്തിന് പുറത്ത് സമരം ചെയ്തതാണ്. കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു MP അല്ലേ ഉള്ളൂ നിങ്ങളത്, ബാക്കി 19 UDFകാരാണ്. UDFകാരല്ലേ? ഞങ്ങൾ സമരം നടത്തിയില്ലേ? ഡൽഹിയിലെ ഓഫീസിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്കെതിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്ന കാര്യത്തിൽ ഒരിക്കലും UDF തടസ്സമല്ല. കാരണം നമ്മുടെ നാട്ടിൻ്റെ വികസനമാണ് വേണ്ടത്, അതിന് കേന്ദ്ര വിഹിതം തരണം, നമുക്ക് കിട്ടേണ്ട അർഹത കിട്ടണമെന്ന് തന്നെയാണ് UDFകാരൻ്റെ. കേരളത്തിലും യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗും UDF ഒക്കെ ആ മേഖലയിൽ വ്യക്തമായ സമര പരിപാടിയായിക്കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് വ്യക്തമാണ് ഉത്തരം. അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായത് കിട്ടേണ്ടതായ എല്ലാ സാമ്പത്തിക വിഹിതവും നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് UDFൻ്റെ പ്രതിനിധി നൽകുന്നത്. ശ്രീ CP റസാഖിനോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. GMC വിദ്യാഭ്യാസ പദ്ധതി, ആ പദ്ധതി നിർത്തലാക്കിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ ഘടകകക്ഷിയായ CPI അപ്പം അത് നിർത്തൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായി ഒന്ന് സൂചിപ്പിക്കുക. നിർത്തൽ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള പിടുത്തം, അതുപോലെ തന്നെ കേരളത്തെ മറ്റ് പല മേഖലകളിലും അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഈ കേരളത്തിലെ മൊത്തം MPമാരെ വിളിച്ചു കൂട്ടി അതിനെതിരെ ഒരു പോരാട്ടം നടത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു കൂടിയാലോചന മീറ്റിങ്ങിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? 2 ചോദ്യങ്ങളാണ് ശ്രീ CP റസാഖ്. ഒന്ന്, PMCയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്, ഇല്ല, വ്യക്തമായ ഉത്തരം. രണ്ടാമത്തെ കാര്യം, MPമാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇതാണ്.
PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെന്തെങ്കിലും പോരായ്മകളോ മറ്റു വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിട്ടിരിക്കുകയാണ്. PMCയിൽ ഇപ്പോൾ ഒപ്പിടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കുന്നില്ല. അതാണ് ഉത്തരം. പിന്നെ കേരളത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം MP-മാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒന്ന് വട്ടം രണ്ട് വട്ടം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാ MP-മാരെയും എല്ലാ MLA-മാരെയും വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെയുള്ള ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ MP-മാർ പങ്കെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് അന്ന് എൻ്റെ ഒരു മനസ്സിലാക്കിയിട്ടുള്ളത്. കേന്ദ്രവിരുദ്ധ സമരങ്ങളിൽ MP-മാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. അതിൽ MP-മാർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും ശ്രീ CP റസാഖിനുള്ള ഒരു ചോദ്യത്തിനു കൂടിയുള്ള അവസരമുണ്ട്. ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന്. താങ്കൾക്ക് ആ വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ വിഷയമോ പറയാൻ പറ്റുമോ? പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ MP-മാരെ, നിങ്ങൾക്കൊരു പാർലമെൻറ്റ് മെമ്പറുള്ളൂ, ബാക്കി 19 MP-മാർ, രാജ്യസഭാ മെമ്പർമാർ, ഇവരെ വിളിച്ചു കൂട്ടിയിട്ടുള്ള വിഷയം ഏതാണ് ചർച്ച ചെയ്തത്, ഏത് മാസത്തിലാണ്, ഏത് ഡേറ്റിലാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒരു ചോദ്യത്തിലെ ഒരു കൃത്യത, ഈ ഇത്തരമൊരു പ്രാദേശിക സംവാദത്തിൽ ചിലപ്പോൾ അതിന് മറുപടി പറയാനുള്ള പരിമിതികളുണ്ട്. ഇത്തരം MP-മാരുടെ വിഷയങ്ങൾ, ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് MP-മാരുടെ യോഗങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പറയാനുള്ളത്. MP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്, പക്ഷേ UDF MP-മാർ പങ്കെടുത്തില്ല. അതിൻ്റെ ഡേറ്റും കറക്റ്റൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. അടുത്തതായിട്ട് നമ്മുടെ CP റസാഖിനോടുള്ള ഒരു ചോദ്യത്തിനു കൂടിയുള്ള അവസരമുണ്ട്. ബഹുമാനപ്പെട്ട LDF അംഗം റസാഖ് സാഹിബ് പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ BJP ഇതര ഗവൺമെൻറ്റുകളെ, അതായത് സംസ്ഥാനം ഭരിക്കുന്ന BJP ഇതര ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിമാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞു. വളരെ ഭീഷണി, മറ്റേ അന്വേഷണ ഏജൻസികളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാഴികക്ക് 40 വട്ടം നിങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മളൊക്കെ വിളിച്ചു പറയുന്നു ഇരട്ടച്ചങ്കൻ. ഈ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഏജൻസി ഭീഷണിപ്പെടുത്തിയതായിട്ട് നമ്മളിവിടെ ഒന്നും കണ്ടില്ല. പല കേസുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ട് പോലും. അപ്പോൾ നിങ്ങൾ പിന്നെ അതേപോലെ പറഞ്ഞു, പിന്നെ ഇദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ യാത്ര ചെയ്യുന്നു, സ്വകാര്യ സംഭാഷണം നടത്തുന്നു, പല കാര്യങ്ങളും പരിഹരിക്കുന്നു. അതൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ആരോ സ്വർണം കടത്തി എന്ന് പറഞ്ഞു. ആരോ അല്ലല്ലോ സ്വർണം കടത്തിയത്, അതെല്ലാവർക്കും വ്യക്തമാണല്ലോ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. ഉത്തരം. ചോദ്യം 1, മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അന്വേഷണ ഏജൻസികൾ? 2, സ്വർണ്ണക്കൊള്ള കേസിൽ ആരോ അല്ല ഉത്തരവാദപ്പെട്ടവരാണ് ചെയ്തത്. പെട്ടെന്ന്. ഈ കേരളം BJP ഭരിക്കാത്ത BJP ഇതര സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ പറയുന്നതല്ല, നിങ്ങളൊക്കെ കോൺഗ്രസ് തന്നെ പറയുന്നതാണ്. ഞാൻ പറയാം. രണ്ടാമത്തത്, ഇവിടെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നതെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? ആരാ കേന്ദ്രത്തിന് കത്തയച്ചത്? ഇവിടുത്തെ സാമ്പത്തിക രംഗം വഷളാകുന്നുണ്ട്, ഫിനാൻഷ്യലി ആയിട്ടുള്ള വലിയ പ്രയാസങ്ങൾ വരും. ഈ കൗൺസിലേറ്റ് പേര് സ്വർണം കടത്തുന്നതെന്നുള്ള ആ റിപ്പോർട്ട് കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആരാ കൊടുത്തത്? മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞ സമയത്ത് ഇത് തന്നെ കിട്ടിയ അവസരം എന്ന ധാരണേന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സകല ഏജൻസികളും ഇങ്ങോട്ട് വന്ന് ഇവിടെ പരതാത്ത സ്ഥലങ്ങളുണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അയാളെ കൈ ശുദ്ധ. അതുകൊണ്ട് തന്നെ ഈ 20ഓളം അന്വേഷണ ഏജൻസികൾ ഇവിടെ കേരളം ഒന്നാകെ അട്ടിമറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ? അവസാനം അവർ പോയി നിഷ്പക്ഷം അവിടെ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് നമുക്കൊരു തെളിവും കിട്ടിയില്ല. അതുകൊണ്ടാണ്. തെളിവുണ്ടെങ്കിൽ അവർക്ക് എന്നോ അറസ്റ്റ് ചെയ്യുക.
സ്വാഭാവികമായിട്ടും അടുത്ത സെഗ്മെന്റ്, നമ്മുടെ 2 ചോദ്യങ്ങളുടെ ആദ്യത്തെ സെഗ്മെന്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. നിലവിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ UDF ആയിരുന്നു. ഈ LDFിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ആദ്യമായി CP റസാഖ്, അദ്ദേഹം LDFിൻ്റെ പ്രതിനിധിയാണ്, അദ്ദേഹം ക്ഷണിക്കുകയാണ്. വട്ടം പഞ്ചായത്ത് 40 വർഷത്തിന് ശേഷം ഒരു 5 വർഷമാണ് LDFന് ഭരിക്കാനായത്. അതിനെതിരെ അതിൽ ഒരു കോവിഡ് പോകുന്ന മഹാമാരിയൊക്കെ വന്നാൽ പോലും കുറഞ്ഞ സമയങ്ങളാണ് ഈ LDFന് ഈ വട്ടം പഞ്ചായത്ത് ഭരിക്കാനായത്. ആ സമയത്ത് ജനക്ഷേമകരമായ ഒരുപാട് പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 മിഷൻ രൂപീകരിച്ച് സംസ്ഥാന ഗവൺമെൻറ് 4 മിഷൻ രൂപീകരിച്ചത് താഴേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിശിഷ്യ ഗ്രാമപഞ്ചായത്തുകളാണ് അതിൽ മുഖ്യ പങ്കാളികളാകുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ലൈഫ് മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഏകദേശം 556 വീടുകൾ, അതിൽ PMAYൻ്റെ 81 വീടുകളടക്കം 586 വീടുകളാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ വീടുകളിൽ 430 വീടുകളും പണി പൂർത്തിയായിട്ടുണ്ട്. കുറഞ്ഞ വീടുകൾ പല സാങ്കേതികത്വം കൊണ്ട്, അതായത് ഒന്നുകിലോ അത് കൂട്ടുസ്വത്തായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ തരംമാറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അഗ്രിമെൻ്റ് വെക്കാനുണ്ടാവും. അതങ്ങനെ ആ സാങ്കേതികത്വം കൊണ്ടാണ് മാത്രം കുറച്ച് വീടുകൾ ബാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രീറ്റ് മെയിൻ ലൈൻ വാട്ട് ഫോർ എന്തിനാ? ഇരുട്ടുരഹിത പഞ്ചായത്താക്കാൻ വേണ്ടി. ഈ വട്ടം പഞ്ചായത്തിൽ മൊത്തം സ്ട്രീറ്റ് മെയിൻ ലൈൻ വലിച്ചു. എത്ര ലക്ഷം രൂപ? 93 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സ്ട്രീറ്റ് മെയിൻ വലിച്ചത്. അതോടൊപ്പം തന്നെ ഏകദേശം 2000-ഓളം ലൈറ്റുകൾ വട്ടം പഞ്ചായത്തിൽ എല്ലാ മേഖലയിലും അത് വെച്ചുകൊണ്ട് 18 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് പിന്നെ ബൾബുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കളിക്കളം, ഇന്ന് കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയായി പോകുന്ന കുട്ടികളെ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സമ്പത്തായി മാറ്റുന്ന യുവാക്കൾക്ക് കളിക്കളം, അത് വാക്കാട് സ്റ്റേഡിയം, അത് 3 പിന്നെ ഭാഗമായിട്ടാണ്. ഒന്ന് പഞ്ചായത്തിൻ്റെ ഒരു വിഹിതമുണ്ട്, MLAയുടെ വിഹിതമുണ്ട്, സർക്കാരിൻ്റെ വിഹിതമുണ്ട്. 25 ലക്ഷം പഞ്ചായത്ത് വിഹിതം, 25 ലക്ഷം MLA വിഹിതം, 50 ലക്ഷം സർക്കാരിൻ്റെ വിഹിതം വെച്ച് 1 കോടി ചെലവിലാണ് വാക്കാട് സ്റ്റേഡിയം പൂർത്തിയാകാൻ പോകുന്നത്. അതേപോലെ തന്നെ നെറ്റ് സീറോ കാർബൺ ജില്ലയിൽ 5 പഞ്ചായത്തുകളിൽ, ജില്ലയിലെ 5 പഞ്ചായത്തുകളാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്ന് വെട്ടം പഞ്ചായത്താണ്. അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് എന്ന 2 വാർഡുകളിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനർജി എമിഷൻ്റെ ഭാഗമായിക്കൊണ്ട്, അതായത് വൈദ്യുതി പിന്നെ ലാഭകരമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് 37ഓളം അംഗനവാടികളിൽ എന്താ കൊടുത്തത്? സോളാർ ഇൻഡക്ഷൻ കുക്കർ, അതിനുവേണ്ടിയുള്ള പാകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങൾ 37 അംഗനവാടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അംഗനവാടികൾ ഓഡിറ്റോറിയം, ഇപ്പോൾ പിന്നെ വാക്കാട് കഴിഞ്ഞ ഇപ്പോഴത്തെ 16-ാം വാർഡിൽ അംഗനവാടി ഓഡിറ്റോറിയം, പിന്നെ അതേപോലെ തന്നെ ഭൂമിയുള്ള സ്ഥലത്ത് അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 1 കോടി ചെലവഴിച്ച് സീവാൾ നിർമ്മിച്ചു. NREG ഫണ്ട് ഉപയോഗിച്ച് ധാരാളം റോഡുകൾ നിർമ്മിച്ചു. ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായി ആവിപ്പുഴ അതേപോലെ തന്നെ നവീകരിച്ചു. ഇടിയാട്ടുകാലത്തോട് നവീകരിച്ചു. കോവളം, നിരപ്പാളം, കരിപ്പായിത്തോട്, ഇതൊക്കെ ഫണ്ടുകൾ വെച്ചുകൊണ്ട് നവീകരിച്ചു വരുന്നു. SC കുടുംബങ്ങൾക്ക് സ്മാർട്ട് കിച്ചൺ, SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ്, മത്സ്യത്തൊഴിലാളികൾക്ക് ഫർണിച്ചർ, ലാപ്ടോപ്പ്, വല, മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വർഷം ഐസ് ബോക്സ്, ഈ വരാനിരിക്കുന്ന വർഷത്തിലുള്ള പദ്ധതികളാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ കുറച്ച് ഭാഗമാകുന്നുള്ളൂ. ഇനിയും ഒരുപാട് പരിപാടികൾ ഇതിൽ ഞാൻ പറയാനുണ്ട്. പക്ഷെ അതുകൊണ്ട് ടൈം ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ നിർത്തി. സ്വാഭാവികമായിട്ടും ഒട്ടേറെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷ കാലയളവിലകത്ത് വെട്ടം പഞ്ചായത്തിൽ നടന്നു എന്ന ഒരു വാദമാണ് LDFിൻ്റെ പ്രതിയായുള്ള ശ്രീ CP റസാഖ് ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തതായി K സൈനുദ്ദീൻ, താങ്കൾ ഈ കുറഞ്ഞ 5 വർഷത്തെ കാലയളവ് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും പലപ്പോഴും ഭൂരിഭാഗം സമയവും അധികാരത്തിരുന്നത് UDF ആണ്. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ താങ്കൾ എങ്ങനെയാണ്, UDF എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഭരണസമിതിയുടെ കൊള്ളരുതായ്മ കൊണ്ടും അറിവുകേട് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വിവരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം, അത് പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകൾ വിശദീകരിക്കണം. നമ്മുടെ 40 വർഷം ഇവർ പറഞ്ഞു, 10-35 വർഷക്കാലം UDF ഭരിച്ചുണ്ടാക്കിയ ഒരുപാട് വികസന നേട്ടങ്ങളുണ്ട്.
പഞ്ചായത്തിൻ്റെ ആസ്തിയായി അസറ്റായി നിലനിന്നിരുന്ന ഒരുപാട് റോഡുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് അതെല്ലാം തന്നെ നോക്കുകുത്തിയായി നശിച്ചു പോയി. അതിനെ പരിപാലിക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണസമിതിയാണ് നടക്കുന്നത്. ഒരുപാട് വിഷയത്തിൽ ഇവരുടെ അനൈക്യം, പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുള്ള അനൈക്യം നമ്മുടെ ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോയി. ഇവിടെ റസാഖ് സാഹിബ് പറഞ്ഞതുപോലെ ഒരുപാട് വ്യക്തിഗത ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. വ്യക്തിഗത ആനുകൂല്യങ്ങളല്ല ഇവിടെ നമുക്ക് പറയേണ്ടത്. ഇവിടെ പറയേണ്ടത് പഞ്ചായത്ത് വ്യത്യസ്തമായി വല്ല ന്യൂനതമായ പദ്ധതി നടപ്പിലാക്കിയില്ല. ഒരു വ്യത്യസ്തമായ പുതിയ പദ്ധതി, ഒരു റോഡ് 100 മീറ്റർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. റോഡ് ഉണ്ടാക്കിയത് സീവാൾ റോഡാണ് ഇവരുണ്ടാക്കിയതായി പറഞ്ഞത്. മറ്റേ ഹാർബർ എഞ്ചിനീയറിൻ്റെ MLAയുടെ ഫണ്ടാണ് 1 കോടി രൂപ ഉപയോഗിച്ചുണ്ടാക്കിയത്. ഇവരുടെ കേരളത്തിൽ ആദ്യമായി കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാത്ത ഒരു പഞ്ചായത്തിനുള്ള നേട്ടം കൂടി ഇവർ കൈവരിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിക്കാത്ത, കേരളത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാത്ത ഒരു പഞ്ചായത്താണ് വെട്ടം ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യം, 2 മനുഷ്യ ജീവനുകൾ ഇവരുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നായി. കോവിഡ് തുടങ്ങിയപ്പോൾ, കോവിഡിൻ്റെ ഫസ്റ്റ് കാലത്ത് സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു, കോവിഡ് വന്നിരിക്കുന്നു, എല്ലാവർക്കും CFLTC തയ്യാറാക്കണം പഞ്ചായത്തിൽ. സർക്കാർ ഉത്തരവ് വന്നിട്ടും ഇവർ ഗൗരവത്തോട് കണ്ടില്ല. നമ്മുടെ വെട്ടത്തുള്ളൊരു പയ്യൻ കോവിഡ് വന്ന് ഒറ്റമുറിയിലാണ് താമസിക്കുന്നത്, ഞാൻ ഒറ്റമുറിയിൽ അകപ്പെട്ടിരിക്കുന്നു, എൻ്റെ കുട്ടിക്കും എൻ്റെ ഭാര്യയ്ക്കും കോവിഡ് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. പഞ്ചായത്ത് കൃത്യ ടൈമിൽ CFLT തുടങ്ങിയിരുന്നെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. മറ്റൊന്ന്, കാറ്റാടിമരം. ഹൈവേ തീരങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കാറ്റാടിമരം വെട്ടിമാറ്റണമെന്ന് ആ പ്രദേശത്തെ മെമ്പർമാരും 7-ാം വാർഡിലെ ജ്യോതി മെമ്പർ അടക്കമുള്ള ആളുകൾ നിരന്തരം പഞ്ചായത്തിന് റിക്വസ്റ്റ് കൊടുത്തു. കാറ്റാടിമരം വെട്ടിയില്ല. കാറ്റാടിമരം ബൈക്ക് യാത്ര ചെയ്യുന്ന ഒരുത്തൻ്റെ പേരിൽ മരം വീണു. കടലുണ്ടിക്കാരന് ഒരു യുവാവ് മരണപ്പെട്ടു. അതിന് ശേഷമാണ് ഇവർ ഗൗരവത്തോട് കണ്ടത്. ഗൗരവത്തോട് കാണുകയും ആ മരങ്ങളെല്ലാം വെട്ടിപ്പോയി മുറിച്ചു മാറ്റിയത്. 2 വിലപ്പെട്ട മനുഷ്യൻ്റെ ജീവനാണ് ഈ ഭരണസമിതി കൊണ്ടുപോയത്. ഭരണസമിതിയുടെ അനൈക്യം. അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ അത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്തിന് LP UP സ്കൂളുകളാണുള്ളത്. പറവണ്ണ UP സ്കൂളിൻ്റെ സ്ഥിതി എന്താണ്? ഒരു പുതിയ ബിൽഡിംഗ് തുടങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫണ്ട് വെച്ച് ഭരണസമിതി ഫസ്റ്റ് പ്രോജക്റ്റ് അനുമതിയില്ലാതെ, അംഗീകാരമില്ലാതെ കരാറുകാരന് മുൻകൂട്ടി വർക്ക് കൊടുത്തു. ബഡ്ജറ്റ് പദ്ധതി അംഗീകരിച്ച് വരുമ്പോഴേക്കും പണിയെടുത്ത ബിൽഡിംഗ് തകർന്നു വീണു, ഓഡിറ്റോറിയം തകർന്നു വീണു. അഴിമതിയാണ് നടന്നത്. ഏരിയ സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ, ലോക്കൽ സെക്രട്ടറിയുടെ അനുമതി കൂടി വേണ്ടപ്പെട്ടവർ കരാർ കൊടുത്തതാണ്. ടെൻഡർ നടപടിക്ക് മുമ്പേ പണിയെടുത്തു, ടെൻഡർ നടപടി എടുക്കുമ്പോഴത്തേക്കും തകർന്നു വീണു. അഴിമതിയുടെ ഭരണമാണ്. ഇവർ പറയുന്നുണ്ടോ ലൈറ്റിൻ്റെ സ്ഥിതി അറിയാലോ. 1200 ലൈറ്റ് വെച്ചെന്നാണ് പറയുന്നത്. 1200 ലൈറ്റ് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. എവിടെ സ്ഥാപിച്ചത്? നിങ്ങൾ വെട്ടം കമ്മ്യൂണിക്കേഷൻ ഈ ചർച്ച കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ക്യാമറകൾ വെട്ടത്ത് കൂടി ഒന്ന് ഓടണം. ലൈറ്റിൻ്റെ സ്ഥിതി എന്താണ്? ആരാ എടുത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഭാര്യയുടെ പേരിൽ കരാറെടുത്തു. 12 പേരാണ് കരാറിൽ അപേക്ഷ കൊട്ടേഷൻ കൊടുത്തത്. 3 പേരിൽ 12 പേരിൽ 3 പേരെ ഏറ്റവും ലോ കൊട്ടേഷൻ കൊടുത്ത 3 കമ്പനിയെ തിരഞ്ഞെടുത്തു. ഒന്ന് പാലക്കാട്ടെ പൈല്, മറ്റൊന്ന് ഓട്ടോമാറ്റിക്, പച്ചാട്ടിൽ ഓട്ടോമാറ്റിക്, മറ്റൊന്ന് കോഴിക്കോടുള്ള ഒരു ടീമിനെ. അതിൽ ഏറ്റവും ലോ കൊട്ടേഷൻ കൊടുത്തത് ഈ പാലക്കാട്ടെ പൈലി എന്ന് പറയുന്നവരാണ്. 710 രൂപക്കാണ് അവർ, 750 രൂപക്ക് അവർ തരാമെന്ന് പറഞ്ഞു. 750 രൂപ പറഞ്ഞ അവർക്ക് കരാർ കൊടുക്കാതെ 810 പറഞ്ഞ പ്രസിഡന്റ് ഭാര്യയ്ക്ക് കരാർ കൊടുത്തു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF പോയിരിക്കുകയാണ്. തികച്ച അഴിമതിയാണ്. 10 ലക്ഷം പറഞ്ഞ് അതിൽ തികച്ച അഴിമതി നടത്തിയിരിക്കുകയാണ്. തികച്ച അഴിമതി മാത്രമല്ല, എന്തൊക്കെയാണ് അതിൽ നടത്തുന്നത്? പ്രസിഡന്റിനെ കാണാൻ ഒരു ഓഫീസ് സംവിധാനം. പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനകീയമാകണം. പഞ്ചായത്ത് ഓഫീസിൽ ഒരു പ്രസിഡന്റിനെ തിരിഞ്ഞു പോയാൽ കാണില്ല. അവിടെ പാർട്ടിക്കാരുടെ വട്ടസമ്മേളനമാണ്. ഒരു സാധാരണക്കാരൻ പ്രസിഡന്റ് തിരിഞ്ഞു വന്നാൽ വെയിറ്റ് ചെയ്യാണ് മണിക്കൂർ കണക്കിന് പുറത്ത്. ഇവരുടെ പാർട്ടിക്കാരാണ് അവിടെ എന്നും ഫുൾ ടൈമും. പഞ്ചായത്ത് ഓഫീസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഉള്ളിലെ ഇൻ ഓഫീസോ ഒരു സാധാരണക്കാരൻ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് വന്നാൽ എത്ര വട്ടം കാരണം? ഇന്നത്തെ പഞ്ചായത്ത് ഓഫീസിൽ
ഒരു സാധാരണക്കാരൻ്റെ ഓണർഷിപ്പിനോ റെസിഡൻഷ്യസിനോ മാരേജ് രജിസ്റ്റർ ചെയ്യണമെങ്കിലോ 1, 3, 4 വട്ടം കഴിഞ്ഞാലും ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സേവനം ലഭിക്കാത്ത രീതിയിലേക്ക് വെട്ടം പഞ്ചായത്തിനെ എത്തിച്ചിരിക്കുന്നു ഇവർ. മാത്രവുമല്ല, തീരദേശ മേഖലയിൽ പുതിയൊരു കുടിവെള്ള പദ്ധതി വെട്ടം പഞ്ചായത്തിൽ പുതിയൊരു കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 2002 സമ്പൂർണ്ണ ജലനിധി നടപ്പിലാക്കിയ പഞ്ചായത്താണ്. അതിന് ശേഷം ഒരുപാട് ചെറുകിട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ്. ഒരു പുതിയ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അംഗൻവാടിക്ക് തറക്കല്ലിടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? 37 അംഗൻവാടിയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 37 അംഗനവാടിയിലും ഭൂമിയുള്ള മുഴുവൻ അംഗനവാടികൾക്കും 27 അംഗനവാടികൾക്കും UDF കെട്ടിടം നിർമ്മിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, മാത്രമല്ല നമ്മുടെ സബ് സെൻറ്റർ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി സബ് സെൻറ്റർ, NRHM സബ് സെൻറ്റർ എവിടെ HWC 55 ലക്ഷം രൂപയാണ് നമ്മുടെ പഞ്ചായത്തിൽ 2-3 സബ് സെൻറ്ററുകൾക്ക് അനുവദിച്ചത്. വർഷം 2ആയി. അതിൻ്റെ തുടർ പ്രവർത്തനം തുടങ്ങാൻ, അതിൻ്റെ ഉദ്ഘാടനം തുടങ്ങാൻ, അത് വർക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല. മാത്രമല്ല, നിലവിലുള്ള ബിൽഡിംഗ് പൊളിച്ച് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പച്ചാട്ടിയിലെ പുൽപ്പാച്ചിറ സബ് സെൻറ്ററും പുത്തങ്കാടിയിലെ സബ് സെൻറ്ററും ഇന്ന് വാടക കെട്ടിടത്തിലാണ്. 55 ലക്ഷം രൂപ കിട്ടിയിട്ട് പോലും അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു കാര്യം കൂടി പറയണം, നമ്മുടെ സമീപ പഞ്ചായത്തുകളൊന്ന് വിലയിരുത്തണം. സമീപ പഞ്ചായത്തുകൾ ഇലക്ഷനെ നേരിടുമ്പോൾ ഉദ്ഘാടനങ്ങളുടെ മഹോത്സവമാണ്, തറക്കല്ലിലൂടെ മഹോത്സവമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയാൻ പറ്റുമോ? ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയാൻ പറ്റുമോ? പറയാം. നിങ്ങൾ ഒരു റോഡ് 100 മീറ്റർ പുതിയ റോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. സീവാൾ എന്ന് പറയുന്നത് കുർക്കോളി മൊയ്തീൻ MLA വികസന നേട്ടമാണ്. മാത്രമല്ല, ഇവർ പുറത്തൊരു ഫ്ലെക്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സ് വായിച്ചാൽ തന്നെ അറിയാം ഇവരുടെ വികസന നേട്ടം എത്രയാണെന്നുള്ളത്. വെറും 2 കോടി 3 കോടി രൂപയുടെ വികസനം നടത്തിയാണ് പറയുന്നത്. അതും 1.5 കോടി MLA, ബാക്കി 50 ലക്ഷം ഇവരത്തുള്ളൂ. ഒരു 5 കൊല്ലം ഭരിച്ച പഞ്ചായത്ത് കോടികളുടെ വികസന നേട്ടം ഉയർത്തിക്കാട്ടുന്നതിന് പകരം വെറും MLAയും മറ്റും നടത്തിയിട്ടുള്ള പദ്ധതി ജലജീവൻ മിഷനാണ് പറയുന്നത്. അവകാശവാദം പറയുന്നത് ജലജീവൻ മിഷൻ ഇവർ നടപ്പിലാക്കിയെന്നാ പറയുന്നത്. കേന്ദ്രത്തിന്റെ ജലജീവൻ മിഷൻ പദ്ധതിയാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ പഞ്ചായത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. പഞ്ചായത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. 5 രൂപ ഉണ്ടെങ്കിൽ പോലും അത് ഇവരുടെ ഭരണ നേട്ടമായിക്കൊണ്ടാണ് കാണുന്നത്. ക്ലിയർ ആണ് സൈനുദ്ദീൻ, താങ്കളുടെ നിലപാടുകൾ വ്യക്തമാണ്. ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് ഒരു വികസന മുരടിപ്പിന്റെ നാളുകളായിരുന്നെന്നും അതാകെ വെട്ടം ഗ്രാമപഞ്ചായത്തിനെ പിറകോട്ടടിപ്പിച്ചുവെന്നും കൂടാതെ ഒരു അഴിമതി ആരോപണം പോലും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി ചോദ്യങ്ങളുടെ സെഗ്മെന്റാണ്. ചോദ്യങ്ങൾ ശ്രീ CP റസാഖാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹത്തിനോട് LDFന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ജൽജീവൻ പദ്ധതിയുമായി നമ്മൾ കരാർ ചെയ്തിട്ടുണ്ടോ? കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പ്രകാരത്തിൽ പൈപ്പിടുമ്പോൾ റോഡ് കുത്തിപ്പൊളിച്ച വിഷയത്തിന് പരിഹാരമാർഗം അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നിങ്ങൾ പൂർത്തീകരിക്കുന്നതിലുള്ള നടപടികളിലേക്ക് പോയില്ല? അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. PWD ഇതേപോലെ റോഡ് കുത്തിപ്പൊളിച്ചിരുന്നു നമ്മളെ പഞ്ചായത്തിൽ, ജൽജീവൻ്റെ ഭാഗമായി തന്നെ. അത് മുഴുവൻ വളരെ ക്ലിയറായി നന്നാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഒരൊറ്റ ഗ്രാമീണ റോഡും കുത്തിപ്പൊളിച്ചത് നന്നാക്കിയിട്ടില്ല. ഇനി റോഡുകളുടെ വലിയ ഗംഭീര വർത്തമാനം പറഞ്ഞ ഒരൊറ്റ ക്വസ്റ്റ്യൻ, ചെറിയ ഒരു കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് ദൈനംദിനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മുതൽക്ക് അദ്ദേഹത്തിൻ്റെ വീട് വരെയുള്ള അരമ്പിരുത്തിപ്പാലം വഴി പോകുന്ന റോഡിൻ്റെ ഗതി സാറ് കണ്ടിട്ടുണ്ടോ? ആ ദുർഗതിക്ക് 5 കൊല്ലമായിട്ട് വല്ല പരിഹാരവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇനിയില്ലേ ചോദ്യം? ഒരുപാട് ചോദ്യങ്ങൾ. പിന്നെ എക്സ്പെൻഡിച്ചർ മൊത്തം 5 കൊല്ലക്കാലത്തേക്ക് ശരാശരി 25% വെച്ച് നിങ്ങൾ ലാപ്സാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ? എന്നാൽ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഞാൻ 5 കൊല്ലം ഇരുന്നതാണ് അവിടെ. ആ കഴിഞ്ഞ ഇതിൻ്റെ നേരെ മുമ്പുള്ള ഭരണസമിതിയിൽ 98-95% അപ്പുറത്തേക്ക് പോയിട്ടുള്ളതാണ് എക്സ്പെൻഡിച്ചർ. രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. ഗ്രാമീണ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ്.
അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടോ, അത് നേരെയാക്കാൻ ഉള്ള എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ പ്രദേശത്തൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനം കുടിവെള്ളം. വരും കാലങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത് ലോകത്ത്. അപ്പോൾ നമ്മളതിന് മുൻഗണന കൊടുത്തുകൊണ്ട് എല്ലാ റോഡുകളിലും വീടുകളിലേക്ക് പൈപ്പ് ലൈൻ ഇടാൻ റോഡ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ആ കുത്തിപ്പൊളിച്ച റോഡൊക്കെ കുറച്ച് സമയം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെമ്പറാണ് ഇരിക്കുന്നത്, UDF-ൻ്റെ മെമ്പർ കൂടി ഇരിക്കുന്നത്, എല്ലാ മേഖലയിൽക്കും അത് ഫണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഫണ്ട് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വന്നപ്പോൾ ഉള്ളൊരു തടസ്സം മാത്രമേ ഉള്ളൂ. എല്ലാ വാർഡിലേക്കും ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ റോഡ് നന്നാവും. നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് കുടിവെള്ളമാണ് ഏറ്റവും പ്രശ്നം. അതിന് ചിലപ്പോൾ റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരും. റോഡ് നന്നാക്കിയാൽ നന്നാവും, കുടിവെള്ളം പിന്നെ കിട്ടൂല. അത് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് പ്രസിഡന്റാണ് അവിടെ വീടിൻ്റെ ആ റോഡിൻ്റെ ഇത് പറഞ്ഞ്. ആ റോഡ് ഏതാ? കനോലിക്കല്ലിൻ്റെ തൊട്ട് ഉള്ളില സൈഡിലാ, വീട് വരെയാണ്. അവിടെ കയറി പറയില്ലേ ചെയ്തിന്നെ? അതെ, അവിടെ ഇറിഗേഷൻ്റെ അത് ഇറിഗേഷനായിട്ടുള്ള ആ കനോലി കനാലിൽ ജലപാത വരുന്നുണ്ട്. അത് വികസിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് അതിൽ ഫണ്ട് വെക്കാൻ പറ്റില്ല. എന്നാലും എന്തെങ്കിലും പാച്ച് ചെയ്ത് പോകുന്നുണ്ട് കുറേശ്ശൊക്കെ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ആ ജലപാത വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് വികസിപ്പിക്കുമ്പോൾ നമ്മൾ വെക്കുന്ന റോഡിനുള്ള ഫണ്ട് വെറുതെ ആയിപ്പോവും. അതുകൂടി ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ പാലത്തിൻ്റെ തീണ്ടാപ്പടി പാലം നമ്മൾ എത്ര അതിന് അനുമതിക്ക് പോകുന്നു? അത് ഇറിഗേഷൻ്റെ വകുപ്പിലാണ്. ജലപാത വരുന്നുണ്ട് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ തടസ്സപ്പെടുത്തിയിരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരെല്ലാവരും കൂടെ കൂട്ടുപിടിച്ച് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അതിന് സ്റ്റേയും കൊടുക്കുക. ഇതൊക്കെ തന്നെ വികസനത്തിന് മുടക്കുകളും വരുന്നുണ്ട്. സംസാരിക്കാനുള്ള സമയമുണ്ട്, അപ്പൊ സംസാരിക്കാൻ വേണ്ടി പറയും. അടുത്തൊരു ബഡ്ജറ്റിന്റെ ഒരു സാമ്പത്തിക വിനിയോഗം സംബന്ധിച്ച് ഫണ്ട് ലാപ്സായ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫണ്ട് വേണ്ടി പരമാവധി നമ്മൾ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് കുറച്ചെന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട്. അല്ലാതെ വലിയ തുകയൊന്നും നിങ്ങൾ പറഞ്ഞമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ കേസ് വീണ്ടും റസാഖിനോട് ഒരു ചോദ്യം കൂടി ഉണ്ട്. റസാഖിനോടുള്ള ചോദ്യമാണ്. ആർക്കാണ് ചോദിക്കാനുള്ളത്? 2013-14 വർഷത്തിൽ 80 ലക്ഷം രൂപയാണ് റോഡ് ടാറിങ്ങിന് വേണ്ടി ഫണ്ട് ഉണ്ടായിരുന്നത്. അത് 80 ലക്ഷം രൂപ ആരുടെ അനാസ്ഥ മൂലമാണ് അത് ലാപ്സായി പോയത്? അതിന് ഉത്തരവാദി ആരാണ്? അത് കാരണമാണ് ഇത്രയും റോഡുകൾ ഇത്രയും വർഷം അനാസ്ഥമായിട്ട് കുണ്ടും കുഴിയായിട്ട് പോയിട്ടുള്ളത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ വോട്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ പല വാർഡുകളിലും ഇപ്പോൾ CPM വീട് തോറും നടന്നിട്ട് ഈ സ്ത്രീകൾക്കുള്ള 35 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആ പെൻഷൻ്റെ ഫോം കൊടുത്ത് പൂരിപ്പിച്ചിട്ടുണ്ട്. പല വാർഡുകളിലും പല ആളുകളും അതിൻ്റെ അങ്കലാപ്പിലാണ്. എന്താണ് ഇത്? അപ്പോൾ അത് സർക്കാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ? എന്താണ് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. 2013 80 ലക്ഷം പാസ്സായി. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഈ 2 വർഷം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കണ്ട് നിരന്തരം മഴകളും കാര്യങ്ങളുമാണ്. റോഡ് ടാർ ചെയ്യുന്നതിനൊക്കെ പല വിഷയങ്ങളുണ്ട്. അതിനൂതനമായിട്ടുള്ള ടാറിങ്ങൊക്കെ വന്നെങ്കിൽ പോലും അതൊന്നും വലിയ ഫലപ്രദമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. റോഡ് പിന്നെ ടാർ ചെയ്യും പിറ്റേന്ന് പൊളിയും. അതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് യാഥാർത്ഥ്യം തന്നെ. 35 വയസ്സിനും 60 വയസ്സിനുമുള്ള മറ്റു ഒരു പെൻഷനും വാങ്ങാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന സർക്കാർ തീരുമാനിച്ചുള്ളൂ. പക്ഷെ ഇപ്പൊ വിളിക്കുന്നത് CPM പറയാനുള്ള സമയത്ത് താങ്കൾക്ക് സംസാരിക്കാം. ഇടയിൽ കയറി സംസാരിക്കാതെ പറഞ്ഞോളൂ. അല്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗഹാർദ്ദ ആയതുകൊണ്ടാണ് നമ്മൾ രീതിയോട് കാണിക്കണം. ഈ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത് തന്നെ 2000 രൂപ പ്രഖ്യാപിച്ചവരില്ല, കൊടുത്തില്ലേ? ഇപ്പോൾ പുതിയൊരു പദ്ധതി ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കഴിയുന്നവരെ അത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെല്ലാ മേഖലയിലും എല്ലാ വീട്ടുകാരോടും വന്നിട്ട് അത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വരുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ഒരു സംശയം വേണ്ടെങ്കിൽ കിട്ടാം, ഒരു സംശയം വേണ്ട. ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ LDF പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. അത് ക്ലിയർ ആണ്. ചോദ്യം ക്ലിയർ ആണ്. ഉത്തരം സൈറ്റ് ഓപ്പൺ ആണെങ്കിൽ ഏത് കുട്ടിക്കും നോക്കാം.
പിന്നെ ഹലോ ഒരു മിനിറ്റ് ഇരിക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ബാവക്കം ഉണ്ടായിരിക്കും, ബാവക്ക ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ക്ലിയർ ആവില്ല. നമ്മൾ ഇത്തരം സാർത്ഥകമായ സംവാദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്. അവർക്ക് പറയാനുള്ള സമയത്ത് അവർ സംസാരിക്കട്ടെ. അതിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ച ആൾക്ക് മാത്രം ഒരു സെക്കൻഡ് കൊണ്ട് അതിന് സംശയം ചോദിക്കുക. അതിനുള്ള അനുമതി മാത്രമാണ് നൽകുന്നത്. പിന്നീട് അവതാരകൻ പറയുന്നതിനനുസരിച്ചിട്ട് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പാനലിലാളും ഇടപെടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ആവശ്യമുള്ളത്. എന്താണ്, സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ? താങ്കൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. സൈറ്റ് ഏത് കുട്ടികൾക്കും നോക്കിയാൽ അറിയാം ഓപ്പൺ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന. പിന്നെ അതിനൊരു ചോദ്യം രണ്ടാമത്തെ എന്താ, സൈറ്റിൽ ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടക്കുന്നില്ല, കാരണം ഇലക്ഷനാണ്. അങ്ങനെ തന്നെയല്ലേ, ഇലക്ഷൻ ആയതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന് മറുപടി അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്, നിങ്ങൾ അങ്ങനെ സംസാരിക്കുക. നിങ്ങൾ ഇരുന്ന് സംസാരിക്കൂ. ഇരിക്കൂ. അങ്ങനെ പറയരുത്. നിങ്ങളുടെ പറയാനുള്ള അഭിപ്രായങ്ങൾ ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യമാണ്. അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന് ചോദിക്കാം. അങ്ങനെ അദ്ദേഹം ചോദിച്ച ചോദ്യം അത് വേണമെങ്കിൽ താങ്കൾക്ക് ചോദിക്കാം. എന്താണ് ചോദിക്കാം? ഒറ്റ ചോദ്യം. സൈറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം, അക്ഷയ വഴി ചെയ്യാം. CPM ആരാണ് ഇത് ചുമതലപ്പെടുത്തി ഓരോ വീടുകൾ തോറും പോയി ഫോം ഫില്ല് ചെയ്യാൻ? എല്ലാ അപേക്ഷകളും അങ്ങനെയാണ് CPM ആണോ ചെയ്യുന്നത്? ചോദ്യം. അങ്ങനെ CPM പ്രവർത്തകർ അങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കൂ. ചോദ്യം ഒരു മിനിറ്റ് ഇരിക്കൂ. നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ മിണ്ടരുത്, സംസാരിക്കരുത്. കൃത്യമായി രഞ്ജിത്ത് പറയൂ, മറുപടി പറയാനുണ്ടോ? അങ്ങനെ CPM ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഉത്തരം സാധാരണഗതിയിൽ രേഖകൾ ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് താങ്കൾ പറഞ്ഞത്. ആ വാദമാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നത്. എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന്. നമുക്ക് ഈ സുരക്ഷാ പെൻഷൻ എന്തായാലും കൊടുക്കും. ഇപ്പോൾ തൽക്കാലം ഇലക്ഷൻ ആയതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചിട്ടുള്ളതാണ് മാത്രമാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 11-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ മുന്നോട്ട് പോകണോ? അത് CPM മാത്രമല്ലല്ലോ, എല്ലാവരും പ്രചരിപ്പിക്കണില്ലേ. സർക്കാർ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ ഈ ഇവിടെ CPM മാത്രമാണ് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഒരു ഉത്തരവാദില്ലേ? ഓക്കെ, സൈനുദ്ദീനോടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളാകെ തന്നെ സൈനുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിലുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന്. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സൈനുദ്ദീനോടാണ്. അദ്ദേഹം 1-2 അഴിമതിയുടെ കഥകൾ പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്ന അഴിമതി നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങളൊരിക്കൽ പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുമായിട്ടല്ല, വേറൊരു അഴിമതിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോവിഡിൻ്റെ CTV സ്റ്റൈല് അതിലും കൂടി അഴിമതി നടത്തി. കോവിഡിൻ്റെ മറവിലും അഴിമതിയുണ്ട്. ഞാൻ പറയാം. ആ അഴിമതി നടത്തി എന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം നിങ്ങളുടെ UDFO മുസ്ലിം ലീഗോ ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും അനന്തര നടപടികൾ എന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട്. അതിൽ തന്നെ ഈ വർക്ക് എടുത്തത് UDFൻ്റെ 2 മെമ്പർമാരാണ്. ഒന്ന് നിങ്ങളുടെ തൊട്ടടുത്ത 2-ാം വാർഡിലെ മെമ്പർ ഫറൂഖും അതുപോലെ തന്നെ 18-ാം വാർഡിലെ ബാബുവുമാണ് ഈ വർക്ക് പൂർത്തീകരിച്ചത്. അവർക്ക് പോലും അഭിപ്രായ ഭിന്നത ഇല്ല എന്നാണ് അവർ ജനമധ്യത്തിൽ തുറന്നു പറഞ്ഞത്. അതിൻ്റെ കാരണം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒറ്റ ചോദ്യം കൂടി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അഴിമതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച അഴിമതി, നിങ്ങൾ കഴിഞ്ഞ 10-35 വർഷം ഈ നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചപ്പോൾ പഞ്ചായത്തിന് 1 കോടി രൂപ വെച്ച് ആ പഞ്ചായത്ത് ചോർന്നൊലിക്കുന്നൊരു സംഭവം ഉണ്ടായി. പഞ്ചായത്ത് ചോർന്നൊലിക്കുക മാത്രമല്ല, ഒരു ഗതികെട്ട കാലമായിരുന്നു. ആ കാലത്ത് അതിനെതിരെ ഓംബുഡ്സ്മാനിൽ ഒരു പരാതി കിടക്കുന്നുണ്ട്. അതുകൂടാണ്ട് വിജിലൻസിനകത്തൊരു പരാതി കിടക്കുന്നുണ്ട്. ആ 2 പരാതിയും നിലവിൽ അന്വേഷണാത്മകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണം കഴിയട്ടെ. ഒരു അഴിമതി കഥയോടുകൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ലോണ്ടറി നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് മെഷീനറികൾ വാങ്ങിച്ചു. അഴിമതിയല്ലേ നടത്തിയത്? ആ ലോണ്ടറി എന്തായി എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ ബോക്സ് പോലും നിങ്ങൾ പൊട്ടിക്കാൻ തയ്യാറായോ? ഒരു തയ്യൽ മെഷീൻ യൂണിറ്റ് നിങ്ങൾ വാങ്ങിച്ചു. ആ തയ്യൽ മെഷീൻ യൂണിറ്റ് നടപ്പിലാക്കാൻ അഴിമതിയുടെ കറപുരണ്ട നിങ്ങളുടെ കഴികൾ കാരണമല്ലേ നിങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടത്? ആ അഴിമതി നിങ്ങൾ തുറന്നു കാട്ടാൻ ജനമധ്യത്തിൽ തയ്യാറോ? ആ അഴിമതി ഞങ്ങൾ തുറന്നു കാട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടത്. മാത്രമല്ല, നിങ്ങളൊരു ബുക്ക് ബൈൻഡിങ് കേന്ദ്രം കൊണ്ട് തുടങ്ങിയില്ലേ, മെഴുകുതിരി കേന്ദ്രം തുടങ്ങിയില്ലേ? ഏതെങ്കിലും തരത്തിൽ 2 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞോ? അഴിമതിയുടെ കറപുരണ്ട കഥകളല്ലേ ഈ രാജ്യത്തുണ്ടായത്?
നിങ്ങളൊരു പാലം നിർമ്മിച്ചു ആവിപ്പുഴയ്ക്ക് കുറുകെ. കഴിഞ്ഞ നിങ്ങളുടെ UDF കാലത്ത് ആ പാലം ഒലിച്ചു പോയില്ലേ? അതിൻ്റെ അഴിമതി ഞങ്ങൾ തുറന്നു പറഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും അതിന് പ്രതികരിച്ചു? ഒരു അഴിമതി കൂടി പറയട്ടെ. അഴിമതി, അദ്ദേഹം ഉന്നയിച്ച അഴിമതിയുടെ കഥകൾ പറയുമ്പോൾ എനിക്ക് പറഞ്ഞേ മതിയാകൂ. അദ്ദേഹം പറഞ്ഞ അഴിമതികളുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ അഴിമതികൾ എന്താണെന്ന് പറയുക. ഒരു കൊപ്ര ഡ്രയർ യൂണിറ്റ് നിങ്ങൾ സ്ഥാപിച്ചു. ആ കൊപ്ര ഡ്രയർ യൂണിറ്റിനകത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അവിടുത്തെ മെഷീനറി കൊണ്ടുവന്നു. ആ കൊപ്ര ഡ്രയർ യൂണിറ്റ് സ്ഥലം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംവിധാനമായിട്ടുള്ള പറയട്ടെ, അങ്ങനെ ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ ബൈക്ക്, സ്കൂട്ടർ കൊടുത്തു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ പറ്റിച്ചില്ലേ? എത്ര നാറിയ അഴിമതിയുടെ കഥകൾ കാരണമാണ് നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? എന്നിട്ട് അഴിമതിയുമായി വന്നു. UDF കഴിഞ്ഞ ഭരണകാലത്തും അഴിമതിയാണ് നടന്നത് എന്നുള്ളതും ഇത് രണ്ടും നോക്കുമ്പോൾ LDF പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയെന്ന് പറയുന്ന അഴിമതി ആരോപണങ്ങൾ താങ്കളുടെ കൂടെയിരിക്കുന്ന മെമ്പർമാർക്ക് പോലും ബോധ്യമല്ല എന്നുമാണ് ചോദ്യം. ഒന്നാമത്തേത് റസാക്ക പറഞ്ഞ അതിന് ക്ലാരിറ്റി വരുത്തണം. അതൊന്ന് ഒരു അവസരം പറഞ്ഞു പോകണം. ഒന്നാമത്തെ ലൈഫ് മിഷനിൽ 566 വീട് കൊടുത്തു എന്നാണ് പറയുന്നത്. 566 അപേക്ഷകരുണ്ട്, അത് ഞാൻ സമ്മതിക്കും. 538 അപേക്ഷയാണ് വെട്ടം ഗ്രാമപഞ്ചായത്തിൽ 2025 അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സംസാരിക്കുന്നത് കേൾക്കട്ടെ. നിങ്ങൾക്ക് അവസരങ്ങൾ 2002 2002 ഗുണഭോക്താക്കളുടെ അപേക്ഷ വിളിച്ചത്, ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷ വിളിച്ചത് 2002 ലിസ്റ്റ് പ്രകാരം വെട്ടം ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ലിസ്റ്റിൽ 538 അപേക്ഷകളുള്ളത്. സംസാരിക്കരുത്. 538 അപേക്ഷകളാണ് ഇപ്പോൾ നിലവിൽ വെട്ടം ഗ്രാമപഞ്ചായത്തിലുള്ളത്, ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയുള്ള അപേക്ഷകരുള്ളത്. അതിൽ 383 പേര് എഗ്രിമെന്റ് വെച്ചു. 383 എഗ്രിമെന്റ് വെച്ചു. അതിൽ 222 പേര് പണി പൂർത്തീകരിച്ചു. അതിൽ 120 പേർ മാത്രമേ 4 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഈ 5 വർഷക്കാലം കൊണ്ട് 120 വീടുകാർക്കാണ് മാത്രമാണ് 4 ലക്ഷം രൂപ കൊടുക്കാൻ കഴിഞ്ഞത്. അടുത്ത വിഷയത്തിലുള്ളത് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഈ അഴിമതി ഇദ്ദേഹം പറഞ്ഞ അഴിമതി സുഹൃത്ത് KTO പറഞ്ഞ അഴിമതി പറയാം. വീട് വെട്ടം പഞ്ചായത്തിൽ 5 കൊല്ലം കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞത്. ഇയാൾ പറഞ്ഞ അഴിമതി ലാൻഡറി യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയതല്ല. വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട്, വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ലാൻഡറി യൂണിറ്റ് വെട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇല്ല. നിങ്ങളൊരു വികാസം കൊടുത്താൽ കിട്ടും. അത് ജില്ലാ പഞ്ചായത്ത്, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അദ്ദേഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി വെട്ടം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് വേണ്ടി കൊടുത്ത പദ്ധതിയാണ് ലാൻഡറി യൂണിറ്റ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഓഫീസിൻ്റെ നവീകരണവുമായി കൊണ്ട് 10 ലക്ഷം രൂപ വെച്ച് പറഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരുമായി ലിങ്കായിക്കൊണ്ട് അവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ എതിർപ്പ് കാരണം നിർത്തിവെച്ചതാണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ അഴിമതി ആരോപണം കേസ് പോയ ഇവർ, വിജിലൻസിൽ പരാതി കൊടുത്ത ഇവർ ഇപ്പോൾ അവരുമായി കൊണ്ട് ചങ്ങാത്തമുണ്ടാക്കി, അവരുമായി കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കി അവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അഴിമതി ആരാണ് ഉണ്ടാക്കിയത്? പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണം തങ്ങളുടെ കൂടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾക്ക് പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം 120 മെമ്പർമാർക്കും ബോധ്യമാണ്. സിയാബ് പറഞ്ഞത് അത് വർക്ക് എടുക്കാൻ 2 മെമ്പർമാരാണ് എടുത്തെന്ന് പറഞ്ഞത്. ഫാറൂഖ് പോയതും അബ്ദുള്ള പോയതും ഇവരുടെ പണിക്കാരായിട്ടാണ്. എന്തായാലും ഇനിയുണ്ട്. അദ്ദേഹം പറഞ്ഞു മറുപടി. അദ്ദേഹം പറഞ്ഞു ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2005 മുതൽ ഇവിടെ ഈ 25 വരെ ഞാൻ മെമ്പറാണ്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള പഞ്ചായത്ത് ഭരണസമിതി വനിതകൾക്ക് വേണ്ടി ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങിയതാണ്. 30 വർഷം 40 വർഷം മുമ്പ് തുടങ്ങിയ തയ്യൽ യൂണിറ്റിൻ്റെയൊക്കെ പരിധി നിയന്ത്രിക്കേണ്ടതാരാ? ഇവർ വന്ന് 5 വർഷം ഇവരായി കൊണ്ടുവരാമെന്നോ? ഇവരത് തുടർന്ന് പരിപാലിക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? 5 വർഷം ഇവർ ഭരിച്ചില്ലേ? തുടർന്ന് പരിപാലിക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഓക്കെ ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. വോട്ട് മേടിക്കണത് പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ സമഗ്ര വികസനത്തിനാണ്. ഇപ്പം നിങ്ങൾ ഈ അവതരിപ്പിച്ച ഒരു റോഡുണ്ട് പഞ്ചായത്ത് ഓഫീസ് മുതൽ പ്രസിഡന്റിൻ്റെ വീട് അതുവരെ.
സിദ്ദിഖാന്റെ വീട് വരെ, കിണർ വരെ. അതന്നെ, ആ റോഡ് നിങ്ങളടക്കം പോകുന്ന റോഡാ. പഞ്ചായത്ത് അതൊന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുന്നത്, അത് അംഗീകരിക്കാം. ചെയ്യേണ്ടത് അവരെന്നാണല്ലോ, ഞങ്ങളല്ലല്ലോ. ആരാണിത്? ഇദ്ദേഹം തന്നെ. ഈ രാജ്യത്തിനോട്, ആ പ്രദേശത്തിനോട്, നമ്മളെ പഞ്ചായത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് MLA ഫണ്ട് ഉപയോഗിക്കാമായിരുന്നല്ലോ, MP ഫണ്ട് ഉപയോഗിക്കാമല്ലോ. ഒരു ഉറുപ്പ്യ ഉപയോഗിച്ചിട്ടുണ്ടോ? ആരാ? അല്ല, അപ്പോൾ നമ്മളീ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. സമഗ്രമായ വികസനം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഈ രാജ്യത്തിനോട്, ഈ പ്രദേശത്തിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കരുത് എന്നാണ്. ഭരണപക്ഷക്കാർക്ക് റോഡ് നന്നാക്കണ്ടെന്നാണ് പറയുന്നത്. പഞ്ചായത്തിലെ ഗ്രാമീണ മുഴുവനും MLA MP ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കേട്ടോളി, വെട്ടത്തുകാവ് ഇവരെ വീട്ടിനായിട്ട് പോകുന്ന ബാലകൃഷ്ണ മാഷിൻ്റെ വീട്ടിന് പോകുന്ന ശംസു മാഷിൻ്റെ മുതൽ വെട്ടത്തുകാവ് വരെ പോകുന്ന റോഡ് 45 ലക്ഷം രൂപ ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയിൽ MLA വെട്ടം ഗ്രാമപഞ്ചായത്തിന് കൊടുത്തു. വാക്കാട് അയക്കൽ മുതൽ കാശ്മീർ ബഷാർ വരെ 45 രൂപ MLA ഗ്രാമീണ പുനരുദ്ധാരണ റോഡ് MLA കൊടുത്തു. തേവറകടപ്പുറം സീവാൾ റോഡ് 1 കോടി രൂപ MLA കൊടുത്തു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയൂ. ഒരു 2 ചോദ്യങ്ങളാണ് ഒരു കക്ഷിക്ക് കുറിച്ചുള്ള. ആ ചോദ്യത്തിനുള്ള മറുപടികളാണ് നൽകിയത്. അതിലപ്പുറം നമുക്ക് നീട്ടാൻ കഴിയുന്നതല്ല. സ്വാഭാവികമായിട്ടും അടുത്ത സെഗ്മെന്റ് ആണ്. നമ്മുടെ ഒരു കക്ഷി, ഇനി LDF ആയാലും UDF ആയാലും അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് വിശദീകരിക്കണം. ആദ്യം ശ്രീ CP റസാഖ്. LDF അധികാരത്തിൽ വന്നാൽ, അധികാരത്തിൽ വരുന്നുള്ളൊരു സംശയമൊന്നുമില്ല, അധികാരത്തിൽ വന്നാൽ ഇനിയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനമായിക്കൊണ്ട് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ സൗജന്യമായി സഞ്ചരിക്കാനുള്ള ഗ്രാമവണ്ടി തീർച്ചയായും ഞങ്ങൾ കൊണ്ടുവരും. ബജറ്റിൽ വെച്ചിട്ടുള്ള അടുത്ത നിങ്ങൾ സൈനുദ്ദീൻ അങ്ങനെ എല്ലാത്തിനും ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തിലും കേറിയിരിക്കണം. ഇതിന്റെ അർത്ഥം എന്താ പറയുക? നിറകൂടം തുളുമ്പൂലെന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടു മനസ്സിലാക്കി. ആ സാമാന്യ മര്യാദകളും കാണിക്കണം സൈനുദ്ദീൻ. നമ്മളെല്ലാവരും സൗഹാർദ്ദപരമായിട്ടാണ് ഈ ചർച്ച പങ്കെടുക്കുന്നത്. അതേമാതിരി ഗ്രാമവണ്ടി നമ്മൾ ഈ ഫണ്ട് വെച്ചിട്ടുണ്ട്, ഈ വർഷത്തെ ഫണ്ട് വെച്ചിട്ടുണ്ട് ഗ്രാമവണ്ടിക്ക്. അതേപോലെ തന്നെ നമ്മുടെ ശ്മശാനം അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്, അതും നമ്മൾ പൂർത്തീകരിക്കും. ക്രിമിറ്റോറിയം അത് നമുക്ക് കൊണ്ടുവരേണ്ടതാ. ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് 2-3 വാർഡുകൾ നിലവിൽ ഇപ്പോൾ ഫണ്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടിലെ യുവാക്കൾക്ക് നമ്മൾ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയൊരു സമ്പത്താണ് നമ്മളെ യുവത്വം. അവർക്ക് ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ പോകുന്നതിന് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരതിൽ നിന്ന് മാറ്റിക്കൊണ്ട് എല്ലാ മേഖലയിലും കളിക്കളങ്ങൾ ഉണ്ടായിക്കൊണ്ട് സ്പോർട്സ് മേഖല പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വിവിധ മേഖലകളിൽ ഈ വേസ്റ്റ് തള്ളുന്നൊരു പരിപാടി കാണുന്നുണ്ട്.
ആളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കണ്ട് അതൊരു വേസ്റ്റ് തള്ളി എന്തെങ്കിലും പിന്നെ ആരാധനാലയങ്ങളുടെ മുന്നിലൊക്കെ അവിടെയൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾ ആവശ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക. റോഡുകൾ ഇനിയും കൂടെ ഒരുപാട് റോഡുകൾ നമുക്ക് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് സാധാരണക്കാരുടെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലായിക്കൊണ്ട് നമ്മളുള്ള ഉള്ളിലുള്ള ഐഡിയ കൂടാതെ ഇനിയും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഭാവിയിൽ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് വരുന്നത്. അതിലൊരു ഒട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇടതുപക്ഷം LDF മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അടുത്തതായി ശ്രീ K സൈനുദ്ദീൻ, UDF ഒരു ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നാൽ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകൾ പെട്ടെന്ന്. തീർച്ചയായും 16 വാർഡോടുകൂടി UDF വെട്ടം പഞ്ചായത്തിലെ അധികാരത്തിൽ തിരിച്ചു വരും. അതിനു മുമ്പ് താങ്കൾക്ക് പറയാനുള്ളത് പറയുക. താങ്കൾക്ക് പറയാനുള്ള UDFന്റെ വരും കാലങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാനുള്ള സമയമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നു, താങ്കൾ പറയൂ. റസാക്ക പറഞ്ഞ വികസന ഫണ്ടിന്റെ കാര്യത്തിൽ വികസന ഫണ്ടിന് 2002 70% ഇവർ ചെലവഴിച്ചോളും, 2023 66% ഇവർ ചെലവഴിച്ചോളും, 2024 60% ഇവർ വിനിയോഗിച്ചോളും, 2006 23% ചെലവഴിച്ചോളൂ. വട്ടപൂജമാണ് വെട്ടം പഞ്ചായത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയൂ. താങ്കൾക്ക് പറയാനുള്ള വരും നാളുകളിൽ ഞാൻ പറയൂ. ഞാൻ പറയുന്നത് വെട്ടം പഞ്ചായത്ത് 2006 ആരാ ഭരിച്ചിരിക്കുന്നത്? അധികാരത്തിൽ വന്നാൽ വെട്ടം വെട്ടം ഗ്രാമപഞ്ചായത്തിൽ UDF തിരിച്ചു വന്നാൽ വെട്ടം ഗ്രാമപഞ്ചായത്തിൽ UDF തിരിച്ചു വന്നാൽ വെട്ടം വെട്ടം ഗ്രാമപഞ്ചായത്തിൽ UDF തിരിച്ചു വന്നാൽ കേട്ടോളേ, കേട്ടോ, UDF തിരിച്ചു വന്നാൽ UDF നിർബന്ധമായിക്കൊണ്ടും തിരിച്ചു വരും. UDF അധികാരത്തിൽ വന്നാൽ സമഗ്ര കർഷക തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച് എല്ലാം പാടങ്ങൾ എല്ലാ കൃഷിയിടങ്ങളും മുൻകാലങ്ങളിൽ പഞ്ചായത്ത് എങ്ങനെയാണോ കൃഷിയിരിക്കുന്നത് തരിശുഭൂമികളെല്ലാം ഏറ്റെടുത്ത് സ്വന്തമായി കൃഷിയിടം ഞങ്ങൾ തയ്യാറാക്കും. മത്സ്യത്തൊഴിലാളികളെയും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. പഞ്ചായത്തിൻ്റെ വനിതകൾക്ക് വിധവകൾക്ക് ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ എന്ന സംവിധാനത്തെ ഞങ്ങൾ കൊടുക്കും. 100 ദിവസം കൊണ്ട് പഞ്ചായത്തിൽ കേടുവന്ന മുഴുവൻ റോഡുകളും ഞങ്ങൾ നന്നാക്കും. 100 ദിവസം കൊണ്ട് പഞ്ചായത്തിൽ കേടുവന്നിരിക്കുന്ന മുഴുവൻ റോഡുകൾ നന്നാക്കും. ഒരു 5 വർഷം കൊണ്ട് 500 വീട് ഞങ്ങൾ കൊടുക്കും. 500 വീട് ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ കൊടുക്കും. വെട്ടം ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഹയർ എഡ്യൂക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിങ് സെൻ്ററുകൾ ഉന്നത തൊഴിൽ നേടുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും. നേരത്തെ ഇനിയും ഒരുക്കും ഞങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ അംഗനവാടികളെല്ലാം സ്മാർട്ടാക്കും. AC-വൽക്കരിച്ച് സൗഹൃദ പഞ്ചായത്ത് അംഗനവാടികളാക്കി ഞങ്ങൾ ഉയർത്തും. പഞ്ചായത്തിനെ വികലാംഗ സൗഹൃദമാക്കി മാറ്റും. പഞ്ചായത്തിൽ നഷ്ടപ്പെടുത്തിയ ഭിന്നശേഷി, കേരളത്തിൽ ആദ്യമായുള്ള ഭിന്നശേഷി വാക്കാട് ഞങ്ങൾ കൊണ്ടുവരും. പറവണ്ണ ടൂറിസം മേഖലയാക്കി ഞങ്ങൾ ഉയർത്തും. നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിൻ്റെ പഴയകാല പ്രവർത്തനത്തിലേക്ക് പ്രഭാതത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പും ഓരോ സാധാരണക്കാരുടെയും പ്രയാസങ്ങളിലേക്ക്, ജീവിതാഭിലാഷങ്ങളിലേക്കുള്ള, സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ്. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ഒരുക്കിയ ജനാധിപത്യം സംവാദം പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രമുഖർക്കും നന്ദി, നമസ്കാരം.